ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിസിറ്റിയെ പറ്റിയാണ്. മനുഷ്യവംശത്തിൻ്റെ കണ്ടുപിടുത്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളായിരുന്നു ചക്രത്തിൻ്റെ കണ്ടുപിടുത്തവും അതുപോലെ തീയുടെ കണ്ടുപിടുത്തവും. ഇതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇലക്ട്രിസിറ്റിയുടെ കണ്ടെത്തൽ. ഇലക്ട്രിസിറ്റിയുടെ കണ്ടെത്തലിലൂടെയാണ് നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ലോകത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വലിയ കണ്ടെത്തൽ മനുഷ്യ ചരിത്രത്തെ അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ നിന്നും തിരുത്തി എഴുതുകയും മറ്റൊരു ലെവലിലേക്ക് മനുഷ്യന്റെ വളർച്ച നമുക്കറിയാം. നമ്മുടെ ഈ ഒബ്സർവബിൾ പ്രപഞ്ചം പരിണാമപ്പെട്ടു വന്നിട്ടുള്ളത് മാറ്ററുകളും ആന്റി മാറ്ററുകളും കൊണ്ടാണ്. ഇവ രൂപപ്പെട്ടു വന്നിട്ടുള്ളതാകട്ടെ ഇലമെന്ററി പാർട്ടിക്കിൾസുകളും ആന്റി ഇലമെന്ററി പാർട്ടിക്കിൾസുകളും കൊണ്ടാണ്. ഒരാറ്റത്തിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇലമെന്ററി പാർട്ടിക്കിൾസുകളും ആന്റി ഇലമെന്ററി പാർട്ടിക്കിൾസുകളും വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു മോളിക്യൂൾസിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ഒരേ രീതിയിലുള്ള ആറ്റങ്ങൾ കാണാൻ പറ്റും. ആറ്റങ്ങൾക്കുള്ളിലേക്ക് നമ്മൾ സൂക്ഷ്മമായി ഇറങ്ങി ചെല്ലുമ്പോൾ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ നിന്നും വളരെയധികം അകന്ന് വ്യത്യസ്ത എനർജി ലെവലുകളിൽ ക്ലൗഡ് പോലെ ഇലക്ട്രോണിന്റെ സാന്നിധ്യം വിവിധ ഷെല്ലുകളിലായി നമുക്ക് കാണുവാൻ കഴിയും. ഈ ഇലക്ട്രോൺ ഒരു ക്വാണ്ടം ഇലമെന്ററി പാർട്ടിക്കിൾസ് ആണ്. ഇതിന് നെഗറ്റീവ് ചാർജ് ആണുള്ളത്. ഇതിന് സ്വന്തമായിട്ടൊരു സ്പിന്നും വ്യക്തമായ ഒരു മാസും ഉണ്ട്. ഒരു 2 ഡയമെൻഷനിൽ നമുക്ക് ബോർ ആറ്റം മോഡലിലൂടെ ഇങ്ങനെ ചിത്രീകരിക്കുവാൻ കഴിയും. ക്വാണ്ടം ഫീൽഡ് തിയറി പ്രകാരം ഇലക്ട്രോണിന്റെ ഒരു വലിയ ഫീൽഡാണിത്. എങ്കിൽ പോലും ഒരു 2 ഡയമെൻഷനിൽ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ബോറിന്റെ ഒരു പ്ലാനറ്ററി മോഡൽ നമുക്ക് പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ പറ്റും. ന്യൂക്ലിയസിനുള്ളിലെ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആയ പ്രോട്ടോണുകളെ കുറിച്ചോ ന്യൂട്രോണുകളെ കുറിച്ചോ അല്ല നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റിക്ക് കാരണമായിട്ടുള്ള ന്യൂക്ലിയസിന് വെളിയിൽ ക്ലൗഡ് പോലെ നിലനിൽക്കുന്ന ഇലക്ട്രോൺസുകളെ കുറിച്ചാണ്. ഇലക്ട്രോൺസ് ലെപ്റ്റോൺസ് ഗ്രൂപ്പിൽ പെടുന്ന ഒരു ഇലമെന്ററി പാർട്ടിക്കിൾസ് ആണ്. ഫോഴ്സ് കാരിയർ ആയിട്ടുള്ള ഗ്ലൂവോൺസിന്റെ സാന്നിധ്യത്തിലാണ് ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. ഗ്ലൂവോൺസ് കോർക്കുകളിൽ കളർ ചാർജ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാലാണ് ന്യൂക്ലിയസിനുള്ളിൽ കോർക്കുകൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് മൂലം ശക്തമായി ബൈൻഡ് ചെയ്തിരിക്കുന്നത്. ന്യൂക്ലിയസിന് വെളിയിൽ വിവിധ എനർജി ലെവലുകളിലായി കാണപ്പെടുന്ന ഇലക്ട്രോൺസ് ഓരോ മൂലകത്തിലും ഇങ്ങനെയല്ല ന്യൂക്ലിയസുമായി കണക്ട് ചെയ്യുന്നത്. വെർച്വൽ ഫോട്ടോൺസിന്റെയോ സാന്നിധ്യത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിലൂടെയാണ് ഇവ ന്യൂക്ലിയസുമായി അട്രാക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ന്യൂക്ലിയസിനുള്ളിലെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെയും ന്യൂക്ലിയസും ഇലക്ട്രോണിന്റെ വിവിധ ചാർജ് ലെവലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് സാന്നിധ്യത്തിലാണ് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസുകളും വ്യത്യസ്തമായി നിലനിൽക്കുന്നത്. പ്രോട്ടോണിന് സമാനമായിട്ടുള്ള ഇലക്ട്രോണിന്റെ സാന്നിധ്യമുള്ള ആറ്റങ്ങൾ, ഉദാഹരണത്തിന് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണുമുള്ള ഹൈഡ്രജൻ ആറ്റങ്ങൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റങ്ങളാണ്. ഇത്തരം ആറ്റങ്ങളുടെ ഇലക്ട്രിസിറ്റിയെ ന്യൂട്രൽ ഇലക്ട്രിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നു. കാരണം ഒരു പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ഒരു നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും ആയതുകൊണ്ട് ഇവയുടെ ചാർജ് ക്യാൻസൽ ആയി പോവുകയും 0 ആകുകയും ചെയ്യുന്നു. അതായത് നെറ്റ് ഇലക്ട്രിക്കൽ ചാർജ് എന്നുള്ളത് 0 ആയിരിക്കും. ഇത്തരം ഇലക്ട്രിക്കൽ കണ്ടീഷനുള്ള ആറ്റങ്ങൾ ലോവസ്റ്റ് ഇലക്ട്രിക്കൽ എനർജി ലെവലുള്ള ആറ്റങ്ങളാണ് എന്ന് നമുക്ക് പറയുവാൻ പറ്റും. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ കൂടുതലുള്ള ആറ്റങ്ങൾ ഇലക്ട്രിസിറ്റിക്ക് ഫ്ലോ ആയിട്ടുള്ള നെഗറ്റീവ് ചാർജുള്ള ആറ്റങ്ങളാണ് എന്ന് പറയുവാൻ പറ്റും. എന്നാൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകൾ കൂടുതലുള്ള ആറ്റങ്ങൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആറ്റങ്ങളാണ് എന്ന് പറയുവാൻ പറ്റും. ഇലക്ട്രിസിറ്റിയിൽ പോസിറ്റീവ് സിമ്പൽ കാണിക്കുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഭാഗത്തെയും നെഗറ്റീവ് സിമ്പൽ കാണിക്കുന്നത് നെഗറ്റീവ്ലി ഇലക്ട്രോൺ ഫ്ലോ ഉള്ള ഭാഗത്തെയും 0 ചാർജ് കാണിക്കുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിനെയുമാണ്. ഇതിനെ പോസിറ്റീവ് അയോൺസുകൾ എന്നും നെഗറ്റീവ് അയോൺസുകൾ എന്നും ന്യൂട്രൽ ആറ്റംസ് എന്നും പറയുന്നു. ഓരോ ആറ്റങ്ങളുടെയും വിവിധ ഇലക്ട്രോണുകളെ കാണുവാനുള്ള ഓരോ റീജിയനുകളെ നമ്മൾ ഓരോ ഷെല്ലുകളായി 2Dയിൽ റെപ്രസെന്റേഷൻ ചെയ്യുന്നുണ്ട്. KLMNOPQ എന്നിങ്ങനെയാണ് അതിനെ നമ്മൾ ഇംഗ്ലീഷ് ലെറ്ററിൽ അടയാളപ്പെടുത്തുന്നത്. ഇതിലെ K ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ് മാക്സിമം കാണുവാൻ സാധ്യതയുള്ളത്. ഒരു ഇലക്ട്രോണിന് ഒരു അപ്പ് സ്പിന്നും മറ്റൊരു ഇലക്ട്രോണിന് ഒരു ഡൗൺ സ്പിന്നും ആയിരിക്കാനാണ് സാധ്യത. ഫസ്റ്റ് ഷെൽ റീജിയണിൽ 2 ഇലക്ട്രോണിന്റെ സാന്നിധ്യമാണ് ഉള്ളതെങ്കിൽ സെക്കൻഡ് ഷെൽ റീജിയണിൽ 8 ഇലക്ട്രോണിന്റെ സാന്നിധ്യമാണുള്ളത്. ന്യൂക്ലിയസിൽ നിന്നും വ്യത്യസ്ത ഷെല്ലുകളിലേക്ക് അകന്നു പോകുന്തോറും ഇലക്ട്രോണിനെ നിലനിർത്തുവാനുള്ള ശേഷി ഷെല്ലിന് കൂടി വരുന്നു. കാർബൺ പോലെയുള്ള ആറ്റങ്ങളിലേക്ക് നമ്മൾ ഒരു ഇലക്ട്രോണിനെ എക്സ്റ്റേണലി കടത്തിവിടുകയാണെങ്കിൽ 6 ഇലക്ട്രോൺ ഉള്ള കാർബൺ ആറ്റത്തിന്റെ വേക്കന്റ് ആയിട്ടുള്ള ഷെൽ റീജിയനുകളിൽ എക്സ്റ്റേണലി നമ്മൾ കടത്തിവിടുന്ന ഇലക്ട്രോൺ ബാലൻസ് ബോണ്ട് ചെയ്യുകയും ആ എക്സ്റ്റേണലി വന്ന ഇലക്ട്രോൺ ആ ബാലൻസ് ബോണ്ടിലേക്ക് ബൈൻഡ് ചെയ്തിരിക്കുകയും അങ്ങനെ ഒരു വാലൻസ് ഇലക്ട്രോൺ എന്ന് ഇതിനെ അറിയപ്പെടുകയും ചെയ്യുന്നു. ഈ സമയത്ത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ബാലൻസ് ഇലക്ട്രോണും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇലക്ട്രോണിന്റെ എണ്ണം കൂടുകയും ഇതൊരു
നെഗറ്റീവ്ലി അയോൺ ആയിട്ടുള്ള ആറ്റമായി മാറപ്പെടുകയും ചെയ്തു. രണ്ടാമത്തെ ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോണിനെ ഹോൾഡ് ചെയ്യാനാണ് നമുക്ക് പറ്റുക. സോളിഡ് സ്റ്റേറ്റ് ഓഫ് ഫിസിക്സിൽ ഇലക്ട്രിസിറ്റിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ആറ്റത്തിന്റെ ഉള്ളിലെ ഡീറ്റെയിൽ ആയിട്ട് പ്രോട്ടോണിലേക്കും ന്യൂട്രോണിലേക്കും ചെന്ന് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോൺസിനെ എങ്ങനെ ഷെയർ ചെയ്യുന്നു, അതെങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നു, ഈ ഓവർലാപ്പിനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസുകളെ എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്, രണ്ട് ആറ്റങ്ങൾ എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്, അത് മെറ്റൽസിൽ അത് ഫ്രീ ഇലക്ട്രോൺസ് ഷെയർ ചെയ്ത് ഇലക്ട്രോൺസിന്റെ ഫ്ലോ സാധ്യമാകും. ഇൻസുലേറ്റേഴ്സിൽ അത് ബാൻഡ് വിഡ്ത്ത് കൂടുതലായതുകൊണ്ട് ഓവർലാപ്പിംഗ് ഒന്നും നടക്കുന്നില്ല. രണ്ട് ആറ്റങ്ങൾ തമ്മിലിടയിലുള്ള ഇലക്ട്രോൺസിന്റെ സ്പേസ് കൂടുതലാണോ, ആ രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ഇലക്ട്രോൺസിന്റെ സ്പേസ് അടുത്താണോ, ഓവർലാപ്പ് ചെയ്താണോ നിൽക്കുന്നത്. രണ്ട് ആറ്റത്തിലെ ഇലക്ട്രോൺസുകൾ ഷെയർ ചെയ്യുമ്പോൾ അല്ലെ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഒന്ന് അപ് സ്പിന്നിലായിരിക്കും, മറ്റൊന്ന് ഡൗൺ സ്പിന്നിലായിരിക്കും. രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ഓവർലാപ്പിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. ഈ രണ്ട് രീതിയിലും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ഒരു കാർപ്പറ്റോ അല്ലെങ്കിൽ ഒരു പുതപ്പോ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇൻസുലേറ്റർ കൊണ്ടാണ്. ഇൻസുലേറ്ററുകളുടെ സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോണിന്റെ സാന്നിധ്യമാണ് ഉള്ളത്. അതിനാൽ തന്നെ ഇവയിലേക്ക് കൂടുതൽ ഇലക്ട്രോണുകളെ സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഇൻസുലേറ്ററുകൾ കുറഞ്ഞ അളവിൽ മാത്രം ഇലക്ട്രിസിറ്റിയുമായി റിയാക്ട് ചെയ്യുന്നത്. എങ്കിൽ പോലും സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നുള്ള പ്രതിഭാസം ചില ഇൻസുലേറ്ററുകളിൽ കാണാൻ പറ്റും. നമ്മൾ പുതയ്ക്കുന്ന പുതപ്പിലേക്ക് നമ്മുടെ ശരീരത്തിൽ നിന്നും നെഗറ്റീവ് ഇലക്ട്രോണുകൾ പാസ് ചെയ്യുന്നത് ചില സമയങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുകയും ഒരു അട്രാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിൽ നിന്നും ഇലക്ട്രോൺസ് ഇൻസുലേറ്ററിലേക്ക് ഫ്ലോ ചെയ്യുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കാരണമാണ്. ഇൻസുലേറ്ററിലേക്ക് കണ്ടക്ടറുകളിൽ നിന്നും ലോക്കലി ഇലക്ട്രോൺസുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് അയോൺസുകൾ കൈമാറ്റം ചെയ്യും. കാർബണിന്റെ ആറ്റോമിക് സ്ട്രക്ചർ നമുക്കറിയാം. ഫസ്റ്റ് ഷെല്ലിൽ ഒരു 2 ഇലക്ട്രോണും സെക്കൻഡ് ഷെല്ലിൽ ഒരു 4 ഇലക്ട്രോണുമാണ്. അതായത് മൊത്തം 6 ഇലക്ട്രോണേ ഉള്ളൂ. എന്നാൽ സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോണിനെ വരെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും പറയുന്നത്. ഈ വാലൻസ് ഷെല്ലുകളിലേക്ക് പുതിയ മൂലകങ്ങൾക്ക് ബോണ്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. ബയോകെമിസ്ട്രിയിൽ ബയോമോളിക്യൂൾസുകൾ കൂടിച്ചേർന്നത് കാർബണുമായിട്ട് കമ്പോണൻസ് ചെയ്തുകൊണ്ടാണ്. വാലൻസ് ഷെല്ലുള്ളതുകൊണ്ടാണ് കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസുകൾ ബോണ്ട് ചെയ്യുവാൻ വേണ്ടി കാർബണിന് പറ്റുന്നത്. ഇൻസുലേറ്ററുകളിൽ വാലൻസ് ബോണ്ടിന്റെ ബാൻഡ് വിഡ്ത്ത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കണ്ടക്ഷൻ പ്രോപ്പറായിട്ട് അവിടെ നടക്കില്ല. നമ്മൾ ചിലപ്പോൾ മെറ്റൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡോറുകളുടെ ഹാൻഡിലുകളിൽ പിടിക്കുമ്പോൾ ചെറിയ ഇലക്ട്രിക് ഷോക്കുകൾ പോലെ തോന്നാറുണ്ട്. അതിന് കാരണം മെറ്റലുകൾ എപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോൺസുകളാണ് ബാലൻസ് ബോണ്ടിൽ ഉണ്ടായിരിക്കുന്നതെങ്കിൽ പോലും ചിലപ്പോൾ ഔട്ടർ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ കൂടുതൽ ഉണ്ടായിരിക്കും. ആ ഇലക്ട്രോൺ നമ്മുടെ കൈയിലൂടെ ഫോട്ടോൺസിന്റെയോ വെർച്വൽ ഫോട്ടോൺസിന്റെയോ സാന്നിധ്യത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്ത് ഫീൽ ചെയ്യുന്നത്. അതായത് പോസിറ്റീവ് അയോൺസുകളോ നെഗറ്റീവ് അയോൺസുകളോ കൂടുതലുള്ള മെറ്റൽസുകൾ അതൊരു ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ചാർജ് 0 ആയി തുല്യമായി നിലനിൽക്കുന്ന അവസ്ഥയിലേക്ക് വരുവാനുള്ള ശ്രമം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെ നെറ്റ് ചാർജ് 0 ആകുമ്പോഴാണ് അതൊരു ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തിച്ചേരുക. ഇലക്ട്രിസിറ്റി എന്നാൽ മൂലകങ്ങളിലെ ഇലക്ട്രോണിന്റെ ഫ്ലോ തന്നെയാണ്. ഇൻസുലേറ്ററിലേക്ക് നമ്മുടെ ശരീരത്തിൽ നിന്നുമുള്ള എക്സ്ട്രാ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ തന്നെയാണ് മെറ്റൽസുകളിൽ നിന്നും നമ്മുടെ ശരീരത്തേക്ക് കൂടുതലായിട്ടുള്ള ഇലക്ട്രോൺസ് കടന്നു വരുന്നത്. ഇത് രണ്ടിലൂടെയും സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി വർക്കാകുന്നതാണ്. നമ്മൾ പുതയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കാർപ്പറ്റുകളിൽ കാലിട്ട് ഉരസുമ്പോഴോ അല്ലെങ്കിൽ ചീപ്പുകൾ കൊണ്ട് മുടിയിൽ ഉരസുമ്പോഴോ ആ ഒരു ഇലക്ട്രിസിറ്റി, ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ സാധ്യമാകുന്നതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ബൈ നാച്ചുറലി തന്നെ പ്രകൃതി കൂടുതൽ ഇലക്ട്രിസിറ്റി ഉള്ളത് ട്രാൻസ്ഫർ ചെയ്ത് അതിനെ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് ബാലൻസ് ചെയ്ത് നിലനിർത്തുന്ന ഒരു സ്വഭാവം പ്രകൃതിക്ക് പൊതുവെ ഉണ്ട്. നെറ്റ് ചാർജ് 0 ആയി നിലനിർത്തുന്ന ഒരു പ്രക്രിയ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റി എന്നാൽ ഓരോ മെറ്റൽസുകളിലെയും അല്ലെ മൂലകങ്ങളിലെ ഇലക്ട്രോണിന്റെ ഫ്ലോ ആണ്. ഓരോ ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ ഫ്ലോയെ തന്നെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. മൂലകങ്ങളെ ഇലക്ട്രോണുകളെ കണ്ടക്ട് ചെയ്യുവാനുള്ള അല്ല ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള ഇലക്ട്രോണിനെ കൈമാറ്റം ചെയ്യുവാനുള്ള ശേഷി അനുസരിച്ച് 3 ആയിട്ട് അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് അനുസരിച്ച് അതിൻ്റെ ബാലൻസ് ബോണ്ടിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് 3 ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ടേഴ്സ്, മറ്റൊന്ന് സെമി കണ്ടക്ടേഴ്സ്. ഈ മെറ്റാലിക് ഫിസിക്സിൽ ഇലക്ട്രോൺസിനെ നല്ല രീതിയിൽ കടത്തിവിടുന്ന മെറ്റൽസുകളെയാണ് കണ്ടക്ടേഴ്സുകൾ എന്ന് പറയുന്നത്.
കോപ്പർ, ഗോൾഡ്, സിൽവർ, അലൂമിനിയം തുടങ്ങിയിട്ടുള്ളവ കണ്ടക്ടേഴ്സുകൾക്ക് ഉദാഹരണമാണ്. നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തിവിടുകയാണെങ്കിൽ വളരെ ചെറിയ തോതിൽ മാത്രം ഇലക്ട്രോൺസുകൾക്ക് ചലനമുള്ള മെറ്റൽസുകളാണ് ഇൻസുലേറ്റേഴ്സുകൾ. ഒരു കോപ്പറിൻ്റെ വയർ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ, ഒരു കോപ്പറിൻ്റെ പല ത്രെഡുകളെ പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്തുകൊണ്ടാണ് ആ കോപ്പർ വയർ നിർമ്മിച്ചിട്ടുള്ളത്. ഒരു കോപ്പറിൻ്റെ ആറ്റോമിക് സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കാണുന്ന ഒരു ഇലക്ട്രോണിൻ്റെ സാന്നിധ്യം അത് വളരെ ഫ്രീ ആയി ചലിക്കുന്ന ഒരു ഇലക്ട്രോൺ ആയിട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് കോപ്പറിന് ഇത്രയധികം നല്ല കണ്ടക്ടിവിറ്റി ഉള്ളത്. ആയിരക്കണക്കിന് ആറ്റങ്ങൾ ഒരു കോപ്പർ വയറിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് ഓരോ ആറ്റങ്ങളിലെയും ഫ്രീ ഇലക്ട്രോൺസിനെ ഫ്ലോ ചെയ്യിച്ചുകൊണ്ടാണ് ഹൈ ഇലക്ട്രിസിറ്റി കണ്ടക്ടിവിറ്റി സാധ്യമാക്കുന്നത്. ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് സൈനുള്ള നെഗറ്റീവ് അയോൺസ് എമിറ്റ് ചെയ്യുന്ന ഭാഗവും പോസിറ്റീവ് സൈഡുള്ള പോസിറ്റീവ് അയോൺസ് സ്വീകരിക്കുന്ന ഭാഗവും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഒരു കോപ്പർ വയറിലൂടെ സാധ്യമാകുന്നത്. കണ്ടക്ടേഴ്സുകളിൽ ഫ്രീ ഇലക്ട്രോണിൻ്റെ സാന്നിധ്യം ഷെല്ലുകളിൽ കാണും, ഔട്ടർ ഷെല്ലുകളിൽ കാണും. ഇപ്പം ഫസ്റ്റ് ഷെല്ലിലോ സെക്കൻഡ് ഷെല്ലിലോ തേർഡ് ഷെല്ലിലോ അല്ലാതെ ഔട്ടറിലേക്കുള്ള ഷെല്ലുകളിൽ നമുക്ക് കൂടുതൽ ഫ്രീ ഇലക്ട്രോണിൻ്റെ സാന്നിധ്യം കാണും. ഇങ്ങനെയുള്ള ഫ്രീ ഇലക്ട്രോണിൻ്റെ സാന്നിധ്യമുള്ള മൂലകങ്ങളാണ് അല്ലെ മെറ്റൽസുകളാണ് നല്ല കണ്ടക്ടേഴ്സായി മാറുന്നത്. ഇവയുടെ കണ്ടക്ടിവിറ്റി ബാൻഡ് വിഡ്ത്ത് വളരെ കുറവായിരിക്കും. നല്ല കണ്ടക്ടേഴ്സുകൾക്ക് വാലൻസ് ഇലക്ട്രോൺ ഔട്ടർ ഷെല്ലിൽ ഒന്നെങ്കിലും കാണും. ഒരു വാലൻസ് ഇലക്ട്രോൺ ഔട്ടർ ഷെല്ലിലുള്ള കോപ്പർ പോലെയുള്ള അല്ലെ ഗോൾഡ് പോലെയുള്ള നല്ല മൂലകങ്ങൾ നല്ല കണ്ടക്ടേഴ്സുകളാണ്. എന്നാൽ ഇൻസുലേറ്ററുകളിലെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഔട്ടർ ഷെല്ലിലുള്ള വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 8 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫ്രീ ഇലക്ട്രോൺ ഇല്ലാത്തതുകൊണ്ട് അതിന് കണ്ടക്ടിവിറ്റി വളരെ കുറവായിരിക്കും. സെമി കണ്ടക്ടേഴ്സിൻ്റെ വാലൻസ് ഇലക്ട്രോൺ ഷെല്ലിൽ 4 എണ്ണം മാത്രമാണുള്ളത്. എന്നാൽ തന്നെ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി നടത്തുവാനുള്ള ശേഷി അത് ചൂടാക്കുന്ന സമയം മാത്രമേ നടക്കുകയുള്ളൂ. കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റിവിറ്റി വളരെ കുറവാണ്. 10⁻⁻5 ഓംസ് പെർ മീറ്റർ ആണ് ഒരു കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റിവിറ്റി. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിൻ്റെ ഫ്ലോ വളരെ സ്മൂത്തായിട്ട് നടക്കും. സെമി കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് 10⁻5 മുതൽ 10⁻5 വരെയുള്ള ഓം പെർ മീറ്റർ എന്ന് പറയുന്ന ഒരു വാല്യൂവിലായിരിക്കും. എന്നാൽ ഇൻസുലേറ്ററുകളിൽ അല്ലെങ്കിൽ നല്ല റെസിസ്റ്റൻസ് ഉള്ള മൂലകങ്ങളിൽ 10⁻5 ഓം പെർ മീറ്റർ ആണ് അതിൻ്റെ ഒരു റെസിസ്റ്റിവിറ്റി. ഒരു മൂലകത്തിലെ കണ്ടക്ടിവിറ്റിക്ക് ആധാരമായിട്ടുള്ള കണ്ടക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ ഫ്ലോയ്ക്ക് കാരണമായിട്ടുള്ള ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഏത് ഷെല്ലിലാണോ ഇലക്ട്രോൺസ് ഫുൾഫിൽ ആയിട്ടുള്ളത്, ഫസ്റ്റ് ഷെല്ലിലാണോ അല്ലെങ്കിൽ സെക്കൻഡ് ഷെല്ലിലാണോ തേർഡ് ഷെല്ലിലാണോ, ഇങ്ങനെ ഏതൊക്കെ ഷെല്ലിലാണോ ഇലക്ട്രോൺസ് ഫുൾഫില്ലായി നിൽക്കുന്നത്, ഓരോ ഷെല്ലിലും പ്രത്യേകിച്ച് ഇലക്ട്രോണിന് ഇത്ര ഇലക്ട്രോണേ പാടുള്ളൂ എന്നുണ്ട്. ഫസ്റ്റ് ഷെല്ലിൽ അത് 2 ഇലക്ട്രോൺ ആയിരിക്കും, സെക്കൻഡ് ഷെല്ലിൽ അത് 8 ഇലക്ട്രോൺ ആയിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺസ് പോകുന്നത്. അപ്പോൾ ഈ ഏത് ഷെല്ലിലാണോ ഫുൾഫില്ലായിട്ട് ഇലക്ട്രോൺ നിലനിൽക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത ഷെല്ലുകളിൽ എത്ര ഫ്രീ ഇലക്ട്രോണിൻ്റെ സാന്നിധ്യമുണ്ട്, ഫുൾഫില്ല് ചെയ്ത് നിൽക്കുന്ന ഷെല്ലിൽ നിന്നും തൊട്ടടുത്ത ഷെല്ലിലേക്ക് ഇലക്ട്രോണിൻ്റെ സാന്നിധ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിൻ്റെ കണ്ടക്ടിവിറ്റി കണ്ടക്ഷൻ ബാൻഡ് നിർണ്ണയിക്കുന്നത്. കോപ്പർ പോലെയുള്ള മൂലകങ്ങളുടെ രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണ് ഉള്ളതെങ്കിൽ മൂന്നാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കണ്ടക്ടിവിറ്റി ഫ്രീ ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് അതിൻ്റെ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും. ഇതിനെയാണ് ആ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. അതായത് കണ്ടക്ഷൻ ബാൻഡ് വളരെ ക്ലോസ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, തൊട്ടടുത്തടുത്തായിരിക്കും ഇരിക്കുന്നത്. ഇൻസുലേറ്റേഴ്സിൻ്റെ ബാൻഡ് ഗ്യാപ്പ് വളരെ അകലത്തിലായിരിക്കും. കാരണം 8 ഇലക്ട്രോൺ സെക്കൻഡ് ഷെല്ലിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ഷെല്ലിലേക്ക് ഫുൾ ഇലക്ട്രോണും ഉണ്ടായിരിക്കും. അതിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾഫില്ല് ചെയ്ത് നിൽക്കുകയാണ്, അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് വളരെ കൂടുതലാണ് എന്ന് പറയാം. സെമി കണ്ടക്ടർ മെറ്റീരിയലായ സിലിക്കൻ്റെ ബാൻഡ് ഗ്യാപ്പ് 1.1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്ന ഒരു ബാൻഡ് ഗ്യാപ്പ് മാത്രമാണുള്ളത്. എന്നാൽ ഡയമണ്ടിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 5.5 ഇലക്ട്രോൺ വോൾട്ടാണ്. അതൊരു കണ്ടക്ടർ അല്ല, അത് ഒരു ഇൻസുലേറ്ററാണ്. ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രീതി പറയാം, അതായത് ഇലക്ട്രോൺ ഒരു ക്ലൗഡ് പോലെയാണ് മൂലകത്തിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം 2 ഇലക്ട്രോൺ തമ്മിലുള്ള അകലം വളരെ കൂടുതലായി നിലനിൽക്കുന്ന സ്ഥലത്താണ് ബാൻഡ് ഗ്യാപ്പ് ഉണ്ടാകുന്നത്. അവിടെ എനർജി ലെവൽ ഇല്ല. അത്തരത്തിലുള്ള ഗ്യാപ്പ്, എനർജി ഗ്യാപ്പ് വരുന്ന
ഫോർബിഡൻറ്റ് ബാൻഡ് ഏരിയ ആണ് കൂടി വരുന്നത്. അപ്പോഴാണ് ബാൻഡ് വിഡ്ത്ത് കൂടി പോകുന്നത്. എന്നാൽ ഇൻസുലേറ്റേഴ്സിൽ അങ്ങനെയല്ല. ഇൻസുലേറ്റേഴ്സിൽ ഈ ഓരോ ഷെല്ലുകളിലും ഫുൾഫിൽ ചെയ്ത് നിൽക്കുക മാത്രമല്ല, അവയുടെ ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ ഈ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഒരു ഇൻസുലേറ്ററിൽ ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് റെസിസ്റ്റിവിറ്റിയും കൂടി തന്നെ വരുന്നു. ഒരു സെമി കണ്ടക്ടറിൽ ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് റെസിസ്റ്റിവിറ്റി കുറഞ്ഞു വരുന്നു. അതായത് ഫ്രീ ഇലക്ട്രോണിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായി വരുന്നു. ഒരു കണ്ടക്ടേഴ്സിൽ ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് അതിൻ്റെ കണ്ടക്ടിവിറ്റി റേറ്റ് കൂടുതലായി വരുന്നു. ഇങ്ങനെയാണ് ടെമ്പറേച്ചറിനെതിരെ ഈ 3 ടൈപ്പ് മെറ്റീരിയൽസും റിയാക്ട് ചെയ്യുന്നത്. കണ്ടക്ടേഴ്സിൽ ഇലക്ട്രിക് ഫ്ലോ നടക്കുന്നത് ഫ്രീ ഇലക്ട്രോണിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. ഔട്ടർ ഷെല്ലിലെ ഫ്രീ ഇലക്ട്രോണിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് കണ്ടക്ടേഴ്സിൽ ഇലക്ട്രിക് ഫ്ലോ സാധ്യമാകുന്നത്. എന്നാൽ സെമി കണ്ടക്ടേഴ്സിൽ ഇലക്ട്രിക് ഫ്ലോ സാധ്യമാകുന്നത് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ കൊണ്ട് മാത്രമായിരിക്കില്ല. ചിലപ്പോൾ വേക്കൻ്റ് ആയിട്ടുള്ള ഹോൾസുകൾ, ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ട പ്ലേസിൽ ഹോൾസുകൾ ഉണ്ടായിരിക്കും. ഈ ഹോൾസുകൾ ഉണ്ടെങ്കിലും ആ ഹോൾസുകൾ വഴിയും കണ്ടക്ടിവിറ്റി സാധ്യമാണ്. അങ്ങനെയും സെമി കണ്ടക്ടർ വർക്ക് ചെയ്യും. ഇൻസുലേറ്റേഴ്സിലാണെങ്കിൽ ഇങ്ങനെ ഹോൾസുകളോ അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെയോ ഒരു രീതിയിലുമുള്ള കണ്ടക്ടിവിറ്റി വളരെ കുറവാണ്. ഇലക്ട്രിക് ചാർജിനെ ഇലക്ട്രിക് ഫീൽഡ് രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുവാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന ഉപകരണമാണല്ലോ കപ്പാസിറ്റർ. 2 മെറ്റാലിക് പ്ലേറ്റിൻ്റെ ഇടയിൽ ഒരു ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ വെച്ചുകൊണ്ടാണ് 2 മെറ്റാലിക് പ്ലേറ്റിൻ്റെ ഇടയിൽ ഇലക്ട്രിക് ഫീൽഡിനെ നാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സിറാമിക്, പ്ലാസ്റ്റിക്, മൈക്ക, ഗ്ലാസ് തുടങ്ങിയിട്ടുള്ളവ ഡൈ ഇലക്ട്രിക് മെറ്റീരിയലുകളാണ്. ഡ്രൈ എയറും വാക്കവും ഡൈ ഇലക്ട്രിക് തന്നെയാണ്. ഇവയുടെ 2 സൈഡുകളിലായി കണ്ടക്ടിവിറ്റിയുള്ള 2 മെറ്റൽസുകൾ വെച്ചുകൊണ്ടാണ് നാം ഒരു ബാറ്ററിയിൽ നിന്നും ചാർജ് സപ്ലൈ ചെയ്യുന്നത്. നെഗറ്റീവ് അയോൺസുകളും പോസിറ്റീവ് അയോൺസുകളും ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽസിൻ്റെ ഉള്ളിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ബാറ്ററിയുടെ അതേ ചാർജ് തന്നെ ഈ കപ്പാസിറ്ററിനും ഉണ്ടായി കഴിയുമ്പോൾ അത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിൽക്കുന്നു. നമ്മൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് ചാർജ് കണക്ട് ചെയ്ത ഭാഗത്തേക്ക് നെഗറ്റീവ് ചാർജുള്ള അയോൺസുകളും നെഗറ്റീവ് ചാർജ് കണക്ട് ചെയ്ത ഭാഗത്തേക്ക് പോസിറ്റീവ് ചാർജുള്ള അയോൺസുകളും സ്ട്രെച്ച് ചെയ്ത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് കപ്പാസിറ്ററായി പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റിയുള്ള മെറ്റീരിയൽസുകളും ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി തീർത്തും കുറഞ്ഞ ഇൻസുലേറ്റേഴ്സുകളും ഉപയോഗിച്ചുകൊണ്ട് കപ്പാസിറ്റർ ഉണ്ടാക്കുവാൻ കഴിയും. ഇൻസുലേറ്റേഴ്സിനെ ചൂടാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകുന്നില്ല. അവ കത്തി നശിച്ചു പോവുകയേ ചെയ്യത്തുള്ളൂ. അല്ലാതെ അതിലൊരു കണ്ടക്ടിവിറ്റി കൂടി വരുന്നതോ ആയിട്ടൊന്നും നമ്മൾ പഠനങ്ങളിൽ കണ്ടിട്ടില്ല. ഒരു കോപ്പർ വയറിനെ നമ്മൾ അമിതമായി ചൂടാക്കുകയാണെങ്കിൽ അത് ചൂടായി അവസാനം അത് കത്തിക്കരിഞ്ഞ് കോപ്പർ ഓക്സൈഡായിട്ട് മാറും. അതൊരു നല്ല റെസിസ്റ്ററാണ്. റെസിസ്റ്റിവിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് കോപ്പർ ഓക്സൈഡ് എന്ന് പറയുന്നത്. അതിന് കണ്ടക്ടിവിറ്റി പവർ ഇല്ലാതെ ഇരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മെറ്റാലിക് ഓക്സൈഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെസിസ്റ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഡിജിറ്റൽ സർക്യൂട്ടുകളിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഡിവൈസുകളിലൊക്കെ റെസിസ്റ്റൻസിൻ്റെ ആവശ്യമുണ്ട്. റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്നത് ഒരു സർക്യൂട്ടിലൂടെയുള്ള ഇലക്ട്രിസിറ്റിയുടെ വോൾട്ടേജ് കുറയ്ക്കുവാൻ അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ്. സെമി കണ്ടക്ടറുകൾ ഫ്രീ ഇലക്ട്രോൺ കണ്ടമാനം കുറഞ്ഞ മെറ്റൽസുകൾ തന്നെയാണ് സെമി കണ്ടക്ടേഴ്സുകൾ. അവയ്ക്ക് ഇലക്ട്രിക് ചാർജ് ഫ്ലോ വളരെ കുറവാണ്. എന്നാൽ ഇൻസുലേറ്റേഴ്സിനെ അപേക്ഷിച്ച് കൂടുതലുമാണ്. ഇവയ്ക്ക് ഇൻസുലേറ്റേഴ്സിൻ്റെയും കണ്ടക്ടേഴ്സിൻ്റെയും സ്വഭാവം ഒരുപോലെയുണ്ട്. സെമി കണ്ടക്ടർ മൂലകങ്ങളെ ചൂടാക്കുമ്പോഴാണ് അവയുടെ കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി ഉണ്ടായി വരുന്നത്. 3, 4, 5, 6 എന്നീ ഗ്രൂപ്പുകളിൽ കാണപ്പെടുന്ന ഭൂരിപക്ഷം മൂലകങ്ങൾക്കും സെമി കണ്ടക്ടർ സ്വഭാവമാണ് ഉള്ളത്. സോളിഡ് സ്റ്റേറ്റ് ഓഫ് ഇലക്ട്രോണിക്സിന്റെ ഭാഗമായി നാം ഇതിനെ പല കാറ്റഗറിയായി തരംതിരിച്ച് പഠിക്കുന്നുണ്ട്. ഈ സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടെത്തലാണ് മനുഷ്യരാശിയിൽ അല്ലെ മനുഷ്യന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് യുഗത്തിലേക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയെടുത്തത്. നമുക്കറിയാം, നമുക്ക് പല രീതിയിലുള്ള ഐഡിയാസുകളുണ്ട്. ഇപ്പം ഓഫ്, ഓൺ, ശരിയാണോ തെറ്റാണോ, ഇങ്ങനെയൊക്കെയുള്ള ലോജിക്കലായിട്ടുള്ള ഒരുപാട് ആശയങ്ങളുണ്ട്. ഈ ലോജിക്കലായിട്ടുള്ള ആശയങ്ങളെ സിമ്പിൾസുകളായിട്ടും അതിനുശേഷം അതിനെ സിഗ്നൽസുകളായിട്ടും ഒക്കെ നമുക്ക് മനുഷ്യൻ്റെ കൈകടത്തലുകളില്ലാതെ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യാൻ പറ്റിയത് ഈ രീതിയിലുള്ള ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് യുഗത്തിൻ്റെ വരവോടുകൂടിയാണ്. സെമി കണ്ടക്ടർ മൂലകങ്ങൾക്ക് കണ്ടക്ടിവിറ്റി ഉണ്ടാകുന്നത് ഒന്നെങ്കിൽ അതിനെ ചൂടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് സെമി കണ്ടക്ടർ മെറ്റീരിയലുകൾ അതിലേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോഴോ
ഡ്രോപ്പിങ്ങിലൂടെയും അതിന് കണ്ടക്ടിവിറ്റി നമുക്ക്. ഇങ്ങനെ ഈ പറഞ്ഞ എല്ലാ രീതിയിലുള്ള സെമി കണ്ടക്ടേഴ്സുകൾക്കും ചില പൊതു സ്വഭാവങ്ങളുണ്ട്. എല്ലാ സെമി കണ്ടക്ടേഴ്സുകളും ചൂടാക്കുമ്പോൾ അതിന് കണ്ടക്ടിവിറ്റി ഉണ്ടാകും. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ഈ സെമി കണ്ടക്ടേഴ്സുകൾക്കുണ്ട്. പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യിക്കുകയോ പ്രകാശത്തെ കടത്തിവിടുകയോ ചെയ്യുന്ന ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയും സെമി കണ്ടക്ടേഴ്സ് കാണിക്കാറുണ്ട്. പല രീതിയിലുള്ള സെമി കണ്ടക്ടേഴ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് സോളിഡ് സ്റ്റേറ്റ് ഓഫ് ഫിസിക്സിൽ നമുക്ക് പഠിക്കുവാൻ പറ്റും. ഡയറക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. ജെർമേനിയം, സിലിക്കൺ തുടങ്ങിയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സുകൾ ഡയറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെമി കണ്ടക്ടേഴ്സാണ്. അതിനെ ചൂടാക്കുകയാണെങ്കിൽ അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂടുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. രണ്ട് സെമി കണ്ടക്ടേഴ്സിനെ തന്നെ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ ഒന്നിച്ച് ചേർത്തുകൊണ്ട് നമുക്ക് സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കുവാൻ പറ്റും. അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള രണ്ട് മൂലകങ്ങളുടെ മിക്സിങ്ങിലൂടെ ഉണ്ടാകുന്ന ഒരു സെമി കണ്ടക്ടേഴ്സ് നമുക്ക് ഉണ്ട്. സിലിക്കണും കാർബണും ചേർന്ന സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. സിലിക്കണും ജെർമേനിയവും ചേർന്ന സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. ഇവയ്ക്ക് ഒരു സാധാരണ സെമി കണ്ടക്ടേഴ്സിൻ്റെ അതേ സ്വഭാവം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. ഈ മൂലകങ്ങളെല്ലാം തന്നെ പീരിയോഡിക് ടേബിളിലെ 4th ഗ്രൂപ്പിലുള്ള മൂലകങ്ങളാണ്. അതായത് പീരിയോഡിക് ടേബിളിലെ 4th ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സെമി കണ്ടക്ടേഴ്സുകളെ ഉണ്ടാക്കുവാൻ പറ്റും. പീരിയോഡിക് ടേബിളിലുള്ള 3rd ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെയും 4th ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെയും മിക്സ് ചെയ്തുകൊണ്ടും നമുക്ക് സെമി കണ്ടക്ടേഴ്സുകൾ ഉണ്ടാക്കാൻ പറ്റും. ഉദാഹരണമായി അലൂമിനിയത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും ഒരു മിശ്രിതം, അതുപോലെ തന്നെ അലൂമിനിയത്തിൻ്റെയും ആഴ്സനിക്കിൻ്റെയും മിക്സ്ഡ് ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിൻ്റെ ഏറ്റവും നല്ലൊരു പ്രോപ്പർട്ടിയാണ് അതിന് കണ്ടക്ടിവിറ്റി ഉള്ളത് എന്ന്. ഇലക്ട്രോണിക് ഫ്രീ ഇലക്ട്രോണിൻ്റെ അല്ലെ ഹോൾസ് മുഖേനയുള്ള ഒരു കണ്ടക്ടിവിറ്റി സാധ്യമാകുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രോപ്പർട്ടിയാണ് അതിൻ്റെ ഒപ്റ്റിക്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി. പ്രകാശം പുറപ്പെടുവിക്കുന്ന ഒരു ഉദാഹരണത്തിന് ലൈറ്റ് എമിറ്റ് ഡയോഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. പ്രകാശത്തിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള ലേസർ ബീമുകളെ നമ്മൾ ഉണ്ടാക്കുവാൻ വേണ്ടി നമുക്ക് സെമി കണ്ടക്ടർ യൂസ് ചെയ്യാം. സെമി കണ്ടക്ടർ ഉപയോഗിച്ചുകൊണ്ട് ലേസർ ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ലേസർ ടെക്നോളജി, LED ടെക്നോളജി, അതുപോലെ തന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ബാക്ക് ബോൺ, ഇതെല്ലാം തന്നെ നിലനിൽക്കുന്നത് സെമി കണ്ടക്ടർ എന്ന് പറയുന്ന മെറ്റൽസുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. സെമി കണ്ടക്ടർ ഉപയോഗിച്ചുകൊണ്ട് റേഡിയോ ആക്റ്റീവ് ഡിറ്റക്ടറുകൾ ഉണ്ടാക്കാം. സെമി കണ്ടക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉണ്ടാക്കാം. സെമി കണ്ടക്ടർ ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസിസ്റ്ററുകൾ ഉണ്ടാക്കാം, എമിറ്റേഴ്സ് ഉണ്ടാക്കാം, ഡയോഡുകൾ ഉണ്ടാക്കാം, IC ചിപ്പുകൾ ഉണ്ടാക്കാം. അങ്ങനെ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സുകളെല്ലാം തന്നെ ഉണ്ടാക്കാം. ഇങ്ങനെ സെമി കണ്ടക്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ലോകത്ത് ആവശ്യമായിട്ടുള്ള ഡിവൈസുകൾ നമുക്ക് ഉണ്ടാക്കുവാൻ പറ്റുന്നത് സെമി കണ്ടക്ടർ കൊണ്ടാണ്.